മാസം ഇന്ത്യയിൽ നടക്കുന്ന ട്വന്റി ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും വിസ ഉറപ്പാക്കാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ഇടപെടുന്നു. ഇന്ത്യ വിസ നിഷേധിച്ചു എന്ന US ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലി ഖാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അടുത്ത മാസം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന 2026 T20 ലോകകപ്പിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ വംശജരായ താരങ്ങൾ നേരിടുന്ന വിസ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സജീവമായി ഇടപെടുന്നു. US ടീമിലെ പാകിസ്ഥാൻ വംശജനായ പേസർ അലി ഖാൻ തനിക്ക് ഇന്ത്യ വിസ നിഷേധിച്ചു എന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ വെളിപ്പെടുത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി പാക് വംശജരായ ഏകദേശം 42 താരങ്ങളുടെയും ഒഫീഷ്യലുകളുടെയും വിസ നടപടികൾ സുഗമമാക്കാൻ ICC മുന്നോട്ട് വന്നത്. ഇംഗ്ലണ്ട് ടീമിലെ ആദിൽ റഷീദ്, റെഹാൻ അഹമ്മദ്, സാഹിബ് മഹ്മൂദ് എന്നിവരുടെയും നെതർലാൻഡ് താരങ്ങളുടെയും വിസകൾ ഇതിനോടകം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ USA, UAE, ഇറ്റലി, കാനഡ, ബംഗ്ലാദേശ് എന്നീ ടീമുകളിലെ പാക് വംശജരായ താരങ്ങളുടെ അപേക്ഷകൾ ഇപ്പോഴും പരിശോധനയിലാണ്. പാകിസ്ഥാനുമായി ബന്ധമുള്ള അപേക്ഷകൾക്ക് ഇന്ത്യ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്താറുള്ളതാണ് നടപടികൾ വൈകാൻ കാരണം. ജനുവരി 31-നാണ് വിസ ലഭിക്കുവാനുള്ള അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 7-ന് ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ താരങ്ങൾക്കും ഇന്ത്യയിലെത്താൻ കഴിയുമെന്ന് ICC പ്രത്യാശ പ്രകടിപ്പിച്ചു.